തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ പ്രിയ താരമായ തൃഷ കൃഷ്ണന്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കനത്ത ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. തമിഴകത്തെ തളപതി വിജയുമായി ബന്ധപ്പെട്ട് നടിയുടെ പേര് വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഈ സാഹചര്യത്തിലാണ് തൃഷയുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെട്ടത്. പ്രണയം പരമമല്ല, എന്നാൽ പ്രണയമില്ലാത്തത് എല്ലാം അർത്ഥശൂന്യമാണ്. ഇവാങ്ക ഹിൽട്ടൺ എന്ന കണ്ടന്റ് ക്രിയേറ്ററുടെ ഈ വാക്കുകളാണ് തൃഷ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത്. ഇതിനൊപ്പം ഫാക്ട് എന്ന് നടി കുറിച്ചതാണ് ആരാധകരെ ചിന്തിപ്പിക്കുന്നത്. വെറുമൊരു ഉദ്ധരണി എന്നതിലുപരി തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവർക്കുള്ള പരോക്ഷമായ മറുപടിയാണോ ഇത് എന്നാണ് സിനിമാ ലോകത്തെ സംസാരം. നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തമിഴകത്ത് സജീവമാണ്. വിജയുടെ ഭാര്യ സംഗീതയുമായി ബന്ധപ്പെട്ട വിവാഹമോചന വാർത്തകളിൽ തൃഷയുടെ പേര് വലിച്ചിഴക്കപ്പെട്ടത് ആരാധകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് കുറച്ച് ദിവസങ്ങളായി തൃഷയ്ക്ക് നേരെ നടക്കുന്നത്. മുൻപും പല വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുള്ള തൃഷ അനാവശ്യമായ വിശദീകരണങ്ങൾക്ക് നിൽക്കാതെ തന്റെ സ്വകാര്യതയ്ക്കും ജോലിക്കും പ്രാധാന്യം നൽകുന്ന രീതിയാണ് ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത്. വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ടു പോകുന്നതിനിടെ ഇത്തരം വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും ഒരു വിഭാഗം കരുതുന്നു. തർക്കങ്ങളിലോ വിശദീകരണങ്ങളിലോ തനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ കൂടി നടി ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ഒരു ആനയ്ക്ക് പറക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് തീർത്തും ശരിയാണ് എന്ന് പറയാൻ ഞാൻ പഠിച്ചു. നിങ്ങളെ തിരുത്തുന്നതിനേക്കാൾ എൻ്റെ മനസമാധാനത്തിനാണ് ഞാനിപ്പോൾ മുൻഗണന നൽകുന്നത്. വീഡിയോയിലെ ഈ വരികൾ തൃഷയെ ലക്ഷ്യം വെക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വിജയും തൃഷയും 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒന്നിച്ച ലിയോ എന്ന ചിത്രത്തിലെ ഇരുവരുടെയും കെമിസ്ട്രി വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പടർന്നത്. എന്നാൽ ഇത്തരം പ്രചരണങ്ങളെ ചിരിച്ചു തള്ളാനും തന്റെ പ്രൈവസിയും സമാധാനവും സംരക്ഷിക്കാനുമാണ് നടി തീരുമാനിച്ചിരിക്കുന്നത്. വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ തമിഴ് സിനിമയിലെ ഈ സൂപ്പർ താരങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ എവിടെ ചെന്നു നിൽക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. സോഷ്യൽ മീഡിയയിലെ ഇത്തരം പ്രചരണങ്ങളെ തൃഷ പക്വതയോടെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് സിനിമാ ലോകത്തെ പൊതുവായ വിലയിരുത്തൽ. കൂടുതൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ലാത്ത ഇത്തരം ഗോസിപ്പുകൾ താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് വളരുന്നത് ചർച്ചാ വിഷയമായി തുടരുന്നു. വിവാദങ്ങൾക്കിടയിലും തൃഷ തന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ വളരെ സജീവമാണ്. അജിത്തിനൊപ്പം വിടിയാമുയർച്ചി, ചിരഞ്ജീവിക്കൊപ്പം വിശ്വംഭര, കമൽഹാസനൊപ്പം തഗ് ലൈഫ് എന്നീ വൻകിട പ്രൊജക്റ്റുകളാണ് തൃഷയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത്. വിജയെയും തൃഷയെയും സംബന്ധിച്ച വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കത്തുമ്പോഴും ഇരുവരും ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അനാവശ്യമായ ഗോസിപ്പുകളെ അവഗണിക്കുക എന്ന തന്ത്രമാണ് ഇരുവരും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.